ഞാൻ ചെറുവായി പാപങ്ങൾ നീ ഓർക്കരുതേ. എന്തുകൊണ്ട് നാം നിന്റെ തിരുക്കുമാരൻ കാവൽ താഴ്ച രക്തം എനിക്ക് വേണ്ടി അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാവും? കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പരിശുദ്ധാത്മാവുമായ സ്വരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നക്ഷത്രക്ഷരായി ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വൈകാരികമായ ഒരു ദിവസത്തിൽ ഇതിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാരോകാരബന്ധത്തിനെ സാധ്യമാക്കപ്പെട്ടിരിക്കുന്ന സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ ഒന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ മേൽ ഈ സഹോദരനെ വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണമണി ലോകത്ത് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമണവരിലേക്ക് നയിക്കുവാനായി വാനമയങ്ങളെ മഹത്വത്തോടെ യാഗതനാകുമ്പോൾ കണ്ണു കേട്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾക്കിടങ്ങി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ. രാജ്യം വേണമേ. എന്റെ മനസ്സിലെ പോലെ പിതാവേ, ഞങ്ങളുടെ നാമം വിശുദ്ധമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണേ. ഞങ്ങളുടെ സ്വത്തിലെ പല സമയങ്ങളും ഞങ്ങളുടെ ഫലമായ വിശ്വാനിക്കപ്പെടാവുന്ന Take on a
ചെയ്യപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവമേ സ്തുതി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങയുടെ ദൈവമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. സ്ത്രീകളാകുന്നു. അങ്ങയുടെ ദൈവമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാവിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും. അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴിയിലോന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ
പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് ആനയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ഒരിക്കലും ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അദ്ദേഹം നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. യാതൊരുവിധ കാപട്യമോ വർദ്ധതയില്ലാത്ത തുറന്ന ഹൃദയത്തോടുകൂടി തമ്പുരാനെ അദ്ദേഹത്തിന്റെ ഹൃദയ നൈർമല്യം, ജീവിതത്തിന്റെ നിഷ്കളങ്കത, വിശുദ്ധി എല്ലാവർക്കും അനുഭവേദ്യമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു. വളരെയേറെ നിഷ്കളങ്കം നിറഞ്ഞൊരു മനുഷ്യനായതുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ അദ്ദേഹം ഏറ്റവും സ്വീകാര്യനായ, ദൈവത്തിന് കൃപ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. രണ്ടാമത് ഫിലിപ്പിയുടെ സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹാനുഭൂതിയാണ്. മനസ്സ് നിറയെ നന്മകളുള്ള ഒരു മനുഷ്യൻ, ജീവകാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനുഷ്യൻ, ജാതിമത ഭേദമന്യേ തൻ്റെ സ്നേഹത്തിന്റെ വലയത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നന്മ നിറഞ്ഞ വലിയ ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഈ നിഷ്കളങ്കതയും സഹാനുഭൂതിയുമാണ് ഫിലിപ്പിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നിഷ്കളങ്കതയുടെയും നൈർമല്യത്തിനെയും നിറവിൽ നിന്നുകൊണ്ട് സഹാനുഭൂതി നിറഞ്ഞ അനുകമ്പയുടെ കാരണത്തിന്റെ ജീവിതം നയിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തെ ദൈവം തന്റെ തൃക്കരങ്ങൾ സ്വീകരിച്ച സ്വർഗത്തിൽ തനിക്ക് വേണ്ടി എന്തെങ്കിലും നേടുവാൻ സാധിക്കുകയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി ഒന്നും നേടുവാൻ സാധിക്കുകയില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് മരിച്ചുപോയവരെ സഹായിക്കാൻ ഒത്തിരിയേറെ മാർഗങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കാഴ്ചവെച്ചും പ്രാർത്ഥിച്ചും നോമ്പ് ഉപവാസവും അനുഷ്ഠിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തെ നിന്ന് ചേർത്ത് നിർത്തുകയും അദ്ദേഹത്തിന് നിത്യത്തിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥനയും പുണ്യകർമ്മങ്ങളും വഴി നമുക്ക് സഹായിക്കുകയും ചെയ്യാം. ഫിലിപ്പിയുടെയും ഉപകാര സഹായങ്ങളെയും ഞാനിവിടെ പരസ്യമായിട്ട് അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള എൻ്റെ മനസ്സ് നിറഞ്ഞ സ്നേഹവും കടപ്പാടും ഈ ഫിലിപ്പിയോട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് അറിയിക്കുവാൻ ചെയ്യാം. ഒരു മരണം വരുത്തി നിറഞ്ഞ മനസ്സോടുകൂടി അനുസ്മരിച്ച് നന്ദി പറയാം. നമ്മുടെ മനസ്സിന്റെ ദുഃഖങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തമ്പുരാന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പെട്ട എല്ലാവർക്കും, ഫിലിപ്പിയുടെ വിയോഗത്തിൽ സങ്കടം അനുഭവിക്കുന്ന എല്ലാവർക്കും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിനോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവിനോട് Thank you.
സ്വർഗസ്വരുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, സ്റ്റെല്ല മാരിസിലെ പ്രിയപ്പെട്ട കുട്ടികളോടും സ്റ്റാഫുകളോടും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന് വേണ്ടി നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കീർത്തിക്കും മഹിമയോട് അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ, നല്ല വലുത്തു വലം ഭാഗേ. ഭൂമി നിന്റേതാകുന്നു, ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃദനായുസ്സും. ആനന്ദിക്കും കർത്താവേ, നിന് ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിന് സുതരെ നിത്യവരും നീൾ ചേർക്കണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി. വാവാപുത്രൻ റോഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു, നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ ദൃത്തിനെ അനുങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആകാശത്തിലെ ഭൂമിയിലെ സുത്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നിർഭനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന്റെ
നാമത്തിന് സ്തുതി. അതാത്തിന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവി. എന്തുകൊണ്ടെന്നാൽ പാവമോന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരുവാൻ കാത്തിരുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നെ ഞാൻ വിളിക്കുന്നു, മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നയെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ ഞങ്ങളുടെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാർ അകമ്പടിയോടും കൂടെ വാനമേളങ്ങ് പ്രദക്ഷിണാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കബറുന്നുയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാദായകമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ പിതാവിനെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയാനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ. താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഭയപ്പണിക്കുറപ്പേ ഉള്ളൂ. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിരക്കി ഒഴുകുന്നു. എന്റെ ശിരസ് തൈലമാരായാലും വേണ്ടി ആഹ്ലാദാരവത്തോടെ അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എന്റെ ഹൃദയം അങ്ങയോട് മറന്നിട്ടുള്ളൂ. അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുത്. എന്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുത്. എന്റെ രക്ഷകനായ
അതിൽ തന്നെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. സഞ്ചരിക്കുന്ന മഹാമാരിയെയും എങ്കിലും നിനക്കൊരനുഭവവും സംഭവിക്കുകയില്ല. സംരക്ഷണത്തിൽ വസിക്കുന്നവനും സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിയുടെ തണലിൽ കഴിയുന്നവനും ഭാഗ്യവാനാകുന്നു. നീതിമാന്മാർക്ക് അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും വില കൂടി പുഷ്ടിയോടെ നിൽക്കും. കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. അവിടുന്നാണ് എന്റെ അപേക്ഷ. അനീതി അവരെ നീണ്ടിയിട്ടില്ല. കർത്താവ് വാഴുന്നു. അങ്ങയുടെ വിശ്വാസവും എതിരാളികളും ശത്രുക്കളായ ദുർവൃത്തരും ദുരാളെ വിളിച്ചാലും സംരക്ഷണത്തിൽ വസിക്കുന്നവനും അവിടുത്തെ കൂടാകുന്നു. ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും ആവതമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് ഭയം നീ നൽകണമേ മൃതനായുസ്സും. ദിവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാകുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ദയാനിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഹൃദയം സ്തുതികരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിലേക്ക് നാമനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാം. എല്ലാരും മിന്നി വിളങ്ങും മണവരയിങ്കൽ ചേർക്കണമീശോ. ഞാൻ ശരണപ്പെടുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കുമാരന്റെ ശംശയുടെ ശരീരവും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ
ദാസനെ ആശ്വസിപ്പിക്കണമേ. ദൈവത്തെയും മണ്ണിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ നല്ലവരൊക്കെ വരം ഭാഗ്യേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവരും ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാ പ്രഭുവനാട്ടിൽ ചേർക്കണം. മഹനീയമായതിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സത്യവാനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പൊങ്ങി മുഴങ്ങും കാഹളനാദം ഭൂഷിതമല്ലോ. അന്ത്യമഴോദം നുകരാൻ മഹിമാവൊഴുകും മണവലൈകൾ ചേർക്കണമീശോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. പ്രതീക്ഷിച്ചവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. അഭേദ്യമായ അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടി സന്തോഷവും നിന്നെ പാടിപ്പോഴുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ആത്മാവിന്റെ കടൽ വഴി വിശുദ്ധീകരിക്കണമേ. ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വലിയപ്പെട്ട അനുഭവമായിരുന്നു ജോസ്ഫിയേട്ടനെ മൂത്ത മകനാണ്. ആദ്യത്തെ ആളാണ്.
ഫിലിപ്പിയായിട്ടും മറ്റെല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തി ഒരു പക്ഷേ ഈ 52 വർഷക്കാലം ഫിലിപ്പിയായിട്ടുമായിട്ട് വളരെ വലിയ സൗഹൃദമാണ് പുലർത്തിയിരുന്നത്. ഇത്രയും നന്മയുള്ള മനുഷ്യരെ കണ്ടെടുക്കാൻ പ്രയാസമാണ്. അദ്ദേഹം അത്രമാത്രം നന്ദിയുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായം ലഭിക്കാത്തവരായിട്ട് ഈ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫിലിപ്പിയേട്ടനെ സമീപിക്കാൻ തീർച്ചയായിട്ടും ഫിലിപ്പിയേട്ടനെ സഹായിക്കുമായിരുന്നു. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. വളരെയേറെ നന്ദി ഐശ്വര്യങ്ങളുള്ള കാലഘട്ടവുമുണ്ട്. എല്ലാവരുമില്ല. ഇവിടെ ഫിലിപ്പിയേട്ടന് ഉൾപ്പെടാത്ത എന്തെങ്കിലും വലിയ വിശാലമായിട്ടുള്ള ഹൃദയമാണ് ഫിലിപ്പിയേട്ടനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേർപാടിനെ ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കരുണയുടെ നിർത്തണമേ നല്ലവരത്തുവലമ്പാകേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാരം രക്ഷയും ഉയരും നൽകുന്നു. ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാകും സുതനെ നിത്യവിരുന്നിൽ ചേർക്കണമേ. സർവീശ്വര കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുടേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെങ്കലമെങ്ങും പൊങ്ങി മുഴങ്ങും കാവളനാദം പൂജിതമല്ലോ. മഹിമാവൊഴുകും മണപറയുങ്കൽ കാത്തിരിക്കുന്ന കാവലത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ പ്രിയമനുഗ്രഹം നിരന്തരം വസിക്കുമാറാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ലോകസ്ഥാപനം മുമ്പ് മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കി എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ദൈവത്തിൻ തിരുസന്നിധി
ഈശോയുടെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ മോഹദർശനത്തിനായി ആത്മാവ് നിറച്ചിരിക്കണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ ഈ ദാസനാണ് നൽകണമേ. ഞങ്ങളുടെ ശുദ്ധാത്മാവുമായ സർവേശ്വര ഉയർത്തുന്നവരുമായ കർത്താവേ, നീതിമാന്മാരും പാപികളും അങ്ങേ കാരുണ്യം കാത്തിരിക്കുന്നു. നിലനിൽക്കുന്ന ആശ്വാസവും ആനന്ദവും നൽകുവാൻ കഴിവുള്ളവൻ അങ്ങ് മാത്രമാകുന്നുവെന്ന് ഞങ്ങളുടെ ആത്മാവിന്റെ കൃപയായിരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തിരുമനസ്സൊത്തു ചരിച്ചെന്ന ഭാഗ്യവിരാജിതമൻ അധികാരപൂർണ്ണമായ അജ്ഞാവചനം ജനശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി അവനോടൊപ്പം സംബന്ധിച്ചു. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. പ്രാർത്ഥന എപ്പോഴും കാരണിവാനും മനുഷ്യവംശത്തിന്റെ സംരക്ഷകനുമായ കർത്താവേ, അംഗമാരാത്മാരോടുകൂടെ വാനമേഖലയാകുമ്പോൾ അങ്ങേ എതിരേൽക്കുവാനും നീതിമാന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന ദേവരാജ്യത്തിൽ പ്രവേശിക്കുവാനും ഈ ആത്മാവിനെ അവിടുന്ന് നൽകണമേ. നീതിമാനായ സകല വിശുദ്ധരുടെയും കൂട്ടായ്മ വന്നിരിക്കുന്ന ആളുകൾക്ക് വീടുകൾ വെച്ച് ആചാര്യങ്ങളെ പഠിച്ചു പോകാനുള്ള സൗകര്യം ക്രമമായി പുറകെ വന്ന് എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നടത്തിയെടുക്കുന്നത് അവർ ഒരുമിച്ച് മുന്നോട്ട് വരണം. 3 ഫണ്ടുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാണ് കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും അതിനോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മടങ്ങി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ മാമ്പള്ളി കുടുംബത്തിൽ രാജ്യം മരിച്ച ശേഷം എല്ലാവരുടെയും പിരിപ്പിച്ചായി വളരെ ആവശ്യമായി വിട്ടുപിരിഞ്ഞപ്പോൾ വലിയ ശൂന്യത നമ്മൾക്കെല്ലാം അനുഭവപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളോട്, സഹോദരങ്ങളോട്, മറ്റു കുടുംബാംഗങ്ങളോട് ഒക്കെ നമുക്കുള്ള സ്നേഹം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രദീപികയുടെ കണ്ണൂർ പ്രസിഡന്റ് മാനേജർ ഫാദർ ജേക്കബ് കുട്ടിക്കാട്ട് കുന്നേൽ
അച്ഛന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന ശുശ്രൂഷകൾ ആരംഭിക്കുന്നതാണ്. ദയവായി എല്ലാവരും ഈ കൊച്ചുമക്കളോടും ഇവിടെയായിരിക്കുന്ന എല്ലാവരുടെയും ആവേദനയുടെ ദുഃഖത്തില് ദീപിക കുടുംബാംഗങ്ങൾ ഒന്നിച്ചേരുകയാണ്. ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ഈ ദേശത്തിന്റെ മുഴുവനും അച്ചായൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫിലിപ്പിയേട്ടൻ ഇന്ന് നമ്മളിന്ന് വേർതിരിഞ്ഞു പോകുമ്പോൾ ദീപികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ഉറ്റ സുഹൃത്തായിരുന്നു ഫിലിപ്പിയേട്ടൻ. അതിവിടെ ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. കണ്ണൂർ കുടുംബ കൂട്ടായ്മയിൽ ദീപികക്ക് ഇടപെടുകയും എല്ലാവർക്കുള്ള സഹായ സഹകരണങ്ങളും ഉപദേശങ്ങളും നൽകി അവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഫിലിപ്പിയേട്ടൻ്റെ ദീപിക കുടുംബാംഗങ്ങളോടൊത്ത് ദീപിക കുടുംബത്തിന്റെ പേരിൽ ആത്മാർത്ഥമായ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയത്ത് ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് ഒന്നിച്ചേർന്ന് ഫിലിപ്പിയേട്ടന്റെ ആത്മശാന്തിക്ക് വേണ്ടി ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആകാശമേ ഭൂതലം കാവനഭയം നീ നൽകണമേ മൃതനായുസ്സും സന്തോഷത്തിലവരാന്തിക്കും കർത്താവേ പരിശുദ്ധാത്മാവിനെ സ്തുതി. പരിശുദ്ധാത്മാവുമായ സർവഭൂമിയിലും കാവളനാദം പൂജിതമല്ലോ ചെയ്യുന്നവന്റെ പക്കലാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീ മഹിമയോടുകൂടി ഏൽപ്പിക്കുകയും അവസാന വർഷങ്ങളോടുകൂടി ഫിലിപ്പിയേട്ടൻ അതിൻ്റെ സ്ഥാപക മെമ്പറായി തുടങ്ങിയ ഒരു പ്രസ്ഥാനം, അതിൻ്റെ ആളുകൾ, അതിൻ്റെ ബോർഡ് അംഗങ്ങൾ എല്ലാവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ഒരു വീട്ട് സമർപ്പിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഫിലിപ്പിയേട്ടൻ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിനും കോടതിയിൽ പോകുകയാണ്. ഫിലിപ്പിയേട്ടൻ്റെ മക്കളുടെ റിപ്പോർട്ട് എടുത്ത ശേഷം ഫിലിപ്പിയേട്ടൻ്റെ സഹോദരി സഹോദരന്മാർ നിന്ന് ഉള്ള സഹായിക്കും.
നിങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ ജീവിക്കുന്നവരെ ആത്മാവും പരിപാലിക്കണമേ. നടന്നവരെ മക്കളോടുകൂടി ഉയർത്തുകണമേ. ദൈവത്തെയും ഗുണത്തെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ആത്മാവിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഈ സാന്ത്വനം നൽകുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും വിശുദ്ധന്മാർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ പ്രതിഫലം പ്രാപിക്കാനായിട്ട് ഈ ആത്മാവിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പാലക്കാട് സെന്റ് ജോർജ് യാക്കോബായസ്രിയുടെ പേരിലുള്ളതായിരിക്കുന്ന അനുശോചനം ഈ കുടുംബത്തോട് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും. ചെയ്തതുപോലെ ഭക്തന്മാരുടെ ദൈവം ചെയ്യും. തന്റെ പിതാവിന്റെ ബോധത്തിൽ വിശുദ്ധമാരാകമാരോടുകൂടെ പരിപാലിക്കുന്നതിനുമായ വിശേഷത്തിനായി സംഖ്യാതീതമായ നിരകളും ഇടങ്ങളും 10,000 ദ്രോഹമാകെ പരിഭ്രമിച്ച് പറച്ചുകൊണ്ട് നടക്കുന്നു. പ്രവർത്തിക്കപ്പെട്ടവയെ കുറിച്ച് സമാധാനം ബോധ്യത്തോടെ പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരനെ നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരമേവനും എന്നിലും ഞാൻ അവനെ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തുന്ന ജീവനുള്ള തിരുവായി കൊണ്ട് അർപ്പിച്ചിരുന്നതായ വചനം എന്റെ ശരീരം നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ